226 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ, അതായത് ഏർപ്പാടുകൾ ഇതേ കമ്പനി നടത്തിയിരിക്കുന്നു. 226 കോടി രൂപയുടെ ഏർപ്പാട് നടത്തിയതിന് ട്രാൻസാക്ഷൻ രേഖയുണ്ടോ? ഇല്ല. ഡോക്യുമെന്റ് ഉണ്ടോ? ഇല്ല. SGST ഉണ്ടോ? ഇല്ല. IGST ഉണ്ടോ? ഇല്ല. GST ഉണ്ടോ? ഇല്ല. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പൻ. ഈ 226 കോടി രൂപ പറ്റിയിട്ടുള്ളത് ആരൊക്കെയാണ്? അതിനകത്ത് 226 കോടി രൂപ പറ്റിയിട്ടുള്ളത് KK ഉണ്ട്, OC ഉണ്ട്, IK ഉണ്ട്, RC ഉണ്ട്. ഇതാരൊക്കെയാണ്? വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണ് ഇടയ്ക്ക് കയറുന്നത്. നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ ഏതെങ്കിലും അക്ഷരമാല ക്രമത്തിൽ അക്ഷരങ്ങൾ പറഞ്ഞ് കളിച്ചതല്ല. KK എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്, OC എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, RC എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. സമ്മതിച്ചു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ബാങ്ക് ട്രാൻസാക്ഷൻ വഴി SGSTയും GSTയും അടച്ച് സേവനത്തിന് ഭാഗമായി ലഭിച്ച 1 കോടി ചില്ലറ ലക്ഷത്തിന്റെ പേരിൽ ഇവിടെ ചോദ്യം ഉയർന്നു വരുന്നു. അവിടെയാണ് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് BJP കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യത്തിന്റെ ദാസ്യപ്പണി ചെയ്യുന്നവന്മാരല്ലേ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് അവിടെയാണ്. എന്തൊരറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം സത്യം. വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വന്ന 55 ലക്ഷം രൂപ എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന ചോദ്യത്തിന് എന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത്? ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിട്ടുവേഷം കേട്ടുമായിരുന്നു. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില അടവ് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. കേരളത്തിൽ KSIDCക്ക് 44 സ്ഥാപനങ്ങളോ മറ്റോ നിക്ഷേപമുണ്ട്. ഈ 44 ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ലല്ലോ ജേക്ക് ഇപ്പോഴും മറുപടി പറയുന്നത്. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? ഞാൻ പറഞ്ഞത് ഈ സ്പെസിഫിക് കാര്യങ്ങൾക്ക് ജേക്ക് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചത് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു വീണയെ കേട്ടിട്ടില്ല, ഒരു ഭാഗം കേൾക്കാതെ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളാണിത് എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ROCയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല. എക്സാലോജിക്കിനെ കേട്ടിട്ടുണ്ട്, വീണ വിജയനെ കേട്ടിട്ടുണ്ട്, ശരിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നീ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. താങ്കൾ പറഞ്ഞു GST അടച്ചില്ല എന്ന ആക്ഷേപങ്ങളായിരുന്നു കേരളത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതിന്റെ തെളിവുകൾ കൊടുത്തപ്പോൾ ആ ചർച്ച അവസാനിച്ചു. ഇല്ല, ആദായ നികുതി ഇനത്തിൽ കൊടുക്കാനുള്ള തുകയും അതിന്റെ പലിശയും കൊടുക്കാത്തതിന്റെ രേഖകൾ, അതായത് ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ കമ്പനി ആക്ട് ലംഘിച്ചതിന്റെ പേരിൽ പിഴയൊടുക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇവർക്ക് സാക്ഷ്യപത്രങ്ങളിൽ പറഞ്ഞത്, സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് നുണയാണ് എന്ന ROCയുടെ കണ്ടെത്തലുകളുണ്ട്. ഇതിനെല്ലാം എന്താണ് വിശദീകരണം? എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. നേരത്തെ പറഞ്ഞു ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അത് പറയാൻ പറ്റില്ലല്ലോ, എല്ലാ ഭാഗവും കേട്ടിട്ടാണല്ലോ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി ഞാനങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.